നമസ്കാരം. ആണവായുധങ്ങളുടെ ലോകത്തിൽ ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി വെറും പോർമുനകളുടെ എണ്ണത്തിൽ മാത്രമല്ല അളക്കപ്പെടുന്നത്. അവയെ എത്ര വേഗം വിന്യസിക്കാനാകും, എത്ര സുരക്ഷിതമായി സൂക്ഷിക്കാനാകും, എത്ര വിശ്വസനീയമായി പ്രതികരിക്കാനാകും എന്നതിലാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് സ്വീഡൻ ആസ്ഥാനമായിട്ടുള്ള സിപ്രി പുറത്തിറക്കിയ പുതിയ വിലയിരുത്തൽ ശ്രദ്ധ നേടുന്നത്. റിപ്പോർട്ടിന്റെ പ്രധാന സൂചന ഇതാണ്: ആണവ പോർമുനകളോടുകൂടി മിസൈൽ കാനിസ്റ്ററൈസ്ഡ് രീതിയിൽ സൂക്ഷിക്കാൻ ഇന്ത്യക്ക് ഇപ്പോൾ കഴിവുണ്ട് എന്നതാണ്. പാകിസ്ഥാൻ ഇപ്പോഴും മിസൈലുകളും പോർമുനകളും വേർതിരിച്ച് സൂക്ഷിക്കുന്ന രീതിയിലാണ് തുടരുന്നത്. ഇത് സാങ്കേതിക മാറ്റം എന്നതിലുപരി സ്ട്രാറ്റജിക് തലത്തിൽ വലിയ മാറ്റമാണ് കാണുന്നത്. കാനിസ്റ്ററൈസേഷൻ എന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ പല രാജ്യങ്ങളും ആണവ പോർമുനകളും മിസൈലുകളും വേർതിരിച്ച് സൂക്ഷിക്കുകയായിരുന്നു. യുദ്ധ സാഹചര്യത്തിൽ മാത്രമാണ് അവയെ കൂട്ടിച്ചേർക്കുക. എന്നാൽ ഇപ്പോൾ ഇന്ത്യക്ക് ആണവ പോർമുനകൾ ഘടിപ്പിച്ച നിലയിൽ തന്നെ മിസൈലുകൾ പ്രത്യേക സംരക്ഷിത കാനിസ്റ്ററുകളിൽ ദീർഘകാലം സൂക്ഷിക്കാൻ സാധിക്കുന്നു. ഇതോടെ വിക്ഷേപണ സമയം ഗണ്യമായി കുറയുന്നു. ഒരുപക്ഷെ ഇത് ലോഞ്ച് ഓൺ വാർണിംഗ് എന്ന സ്ട്രാറ്റജിക് ആശയത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ സഹായകമാവും. ശത്രുവിന്റെ ആക്രമണ സൂചന ലഭിച്ചാൽ ഉടൻ പ്രതികരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ കഴിവ്. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് കഴിഞ്ഞ വർഷങ്ങളിലായി നടപ്പിലാക്കിയ ആധുനികവൽക്കരണമാണ് ഇതിന് പിന്നിലെ പ്രധാന ഘടകം. പ്രത്യേകിച്ച് അഗ്നി-വി, അഗ്നി-പി പോലുള്ള പുതിയ തലമുറ മിസൈലുകൾ കാനിസ്റ്ററൈസ്ഡ് രൂപത്തിലാണ് വികസിപ്പിച്ചത്. അതിൽ കൂടി MIRV സംവിധാനവും ഉൾപ്പെടുമ്പോൾ ഒരേ മിസൈൽ തന്നെ വ്യത്യസ്ത ലക്ഷ്യങ്ങളിൽ നിരവധി പോർമുനകളിൽ എത്തിക്കാൻ സാധിക്കും. സാങ്കേതികമായി നോക്കുമ്പോൾ ഇത് പ്രതിരോധശേഷി ഗണ്യമായി ഉയർത്തുന്ന ഘടകമാണ്. ഇന്ത്യയുടെ ഈ മുന്നേറ്റം സാങ്കേതിക പുരോഗതിയുടെ അടയാളം എന്നതിലുപരി ഒരു സുരക്ഷാ സന്ദേശമാണ്. എന്നിരുന്നാലും ഇന്ത്യയുടെ ഔദ്യോഗിക നയം നോ ഫസ്റ്റ് യൂസ് എന്നതാണെന്ന് നമുക്കറിയാം. ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല, എന്നാൽ ആക്രമണമുണ്ടെങ്കിൽ ഉറച്ച മറുപടി നൽകും. അതായത് ഇന്ത്യ യുദ്ധം തേടുന്നില്ല, പക്ഷേ യുദ്ധം നിർബന്ധിതമാകുന്നുവെങ്കിൽ പ്രതികരണം വൈകില്ലെന്ന സന്ദേശം നൽകുന്നു. പാകിസ്ഥാൻ ഇപ്പോഴും മിസൈലുകളും പോർമുനകളും വേർതിരിച്ച് സൂക്ഷിക്കുന്ന രീതിയിലാണ്. ചില റിപ്പോർട്ടുകൾ പ്രകാരം സുരക്ഷാ ആശങ്കകളും കമാൻഡ് കൺട്രോൾ ഘടനയും പരിഗണിച്ചാണ് അവർ അങ്ങനെ തുടരുന്നത്. അതിൽ ചില തർക്കങ്ങളുണ്ട്. വേർതിരിച്ച് സൂക്ഷിക്കുന്നത് അപകട സാധ്യത കുറയ്ക്കാമെന്ന വാദവുമുണ്ട്. എന്നാൽ അതേസമയം വിക്ഷേപണ സമയം കൂടുതൽ എടുക്കുമെന്നതും സത്യമാണ്. അതിനാൽ സാങ്കേതിക മുൻതൂക്കം ഇപ്പോൾ ഇന്ത്യക്കാണ്. ആണവായുധം എന്നത് പ്രയോഗിക്കാനല്ല, പ്രയോഗം തടയാനാണ് സൃഷ്ടിച്ചതെന്നാണ് ലോകത്തിന്റെ യാഥാർത്ഥ്യം. 1945 ജപ്പാനിലെ ഹിരോഷിമ, നാഗസാക്കി നഗരങ്ങളിൽ സംഭവിച്ച ദുരന്തം മനുഷ്യരാശിക്ക് ഇന്നും മറക്കാനാകാത്ത പാഠമാണ്. ആ ഭീകരാനുഭവം തന്നെ ആണവ പ്രതിരോധ തത്വത്തിന്റെ അടിസ്ഥാനമായി മാറി. അതിനാൽ തന്നെ ഏത് രാജ്യവും ആണവശക്തി വർദ്ധിപ്പിക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു നിഗൂഢമായ ഉത്തരവാദിത്ത ബോധം വേണം. ഇന്ത്യയുടെ സാഹചര്യത്തിൽ ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന 2 ആണവശക്തികളാൽ ചുറ്റപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ സ്ഥിതിയാണ്. അതിനാൽ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നത് തന്ത്രപരമായി ആവശ്യമാണ്. എന്നാൽ അതോടൊപ്പം പരസ്പര ആശയവിനിമയം ശക്തമാക്കുകയും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു തെറ്റായ സിഗ്നൽ പോലും ആണവഘട്ടത്തിൽ അനന്തമായ നഷ്ടങ്ങളിലേക്ക് നയിക്കാം. സിപ്രിയുടെ വിലയിരുത്തൽ ഇന്ത്യയുടെ സാങ്കേതിക ശക്തിവർദ്ധനയെ അംഗീകരിക്കുമ്പോഴും അതൊരു അഭിമാന വിഷയമെന്നതിലുപരി ഉത്തരവാദിത്വത്തിന്റെ ഭാരം കൂടി കണക്കാക്കുന്നതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.